inside of you. The Makeover Diaries by Isha. ഇന്ന് നമുക്ക് സൺഡേ ഒക്കെ അല്ലേ, കുറച്ചേറെ ടൈം എടുത്തായാലും ഡെസ്ക് ഒക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ വെച്ചിട്ട്. കഴിഞ്ഞ വട്ടം ചെയ്ത ഡെസ്ക് മേക്ക് ഓവർ ഏകദേശം ഒരു 3-4 മാസമായിട്ട് അതേ വഴുതി അതുപോലെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിലും എല്ലാ ക്യാൻവാസിലും ഈ ഒരു പിക്ചർ തന്നെ ആയിരിക്കും, ഒരേ മുഖം. അപ്പോൾ ഇന്ന് കുറച്ച് ടൈം എടുത്തിട്ടായാലും നമുക്കതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. എല്ലാവിധ ആക്രി സാധനങ്ങളും പിറക്കി മാറ്റി തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള കൊട്ടയും വട്ടിയൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി പിന്നെ നമ്മൾ DIY ആയിട്ട് ചെയ്ത കുറച്ച് സാധനങ്ങളെല്ലാം, ഇതൊക്കെ ഒരു വിക്സിൻ്റെ ബോട്ടിലാണ് കേട്ടോ, നമ്മുടെ കീ ചെയിനില്ലേ, അതിനെയൊക്കെ ചുമ്മാ ഒരു റാപ്പർ വെച്ചൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചതാണ്. പിന്നെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം പറയാനാണെങ്കിൽ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഗീവ് അവേ വിന്നേഴ്സിന് നമ്മൾ ഒരു 2-3 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അത് കൂടാതെ നമ്മളൊരു ബാക്ക് ടു സ്കൂൾ ഗീവ് അവേയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനമൊക്കെ എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ടൈം ചെയ്യാം. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റ് പിക്കർ വഴിയാണോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അപ്പം തന്നെ നമ്മൾ ലൈവായിട്ട് തന്നെ നമുക്കെല്ലാവരെയും സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ പറയാനെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഗീവ് അവേയുടെ വീഡിയോയ്ക്ക് മാത്രമല്ല, ഞാനിടുന്ന എല്ലാ വീഡിയോസും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. എന്തായാലും അന്ന് തൊട്ട് കുറേ പേര് എനിക്ക് നന്നായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ആരും വിഷമിക്കേണ്ട, നമുക്ക് പറ്റുന്ന പോലെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ടും പോകാം. എല്ലാവർക്കും ഗീവ് അവേ കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇനി ആരും വിഷമിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകണം. നമ്മുടെ ചാനലിൻ്റെ സപ്പോർട്ടും സ്ട്രെങ്തും എല്ലാം നിങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ, അതിനകത്ത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനൊരു സ്റ്റുഡൻ്റാണ്, എനിക്ക് വാങ്ങാനുള്ള ക്യാഷില്ല, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന്. വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് എല്ലാവരും ഞാൻ എൻ്റെ ഗീവ് അവേയിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കും. പിന്നെ ഇതായി കിട്ടിയേക്കുന്നത് കേക്ക് ബേസാണ്. അത് നമ്മൾ കാറ് വാങ്ങാൻ പോയപ്പോൾ നമ്മുടെ മാരുതി സുസുക്കിയുടെ ഷോറൂമിൽ നിന്ന് അവർ നമുക്ക് ഒരു കേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ നമ്മുടെ ഡെസ്കിൽ ആ കേക്ക് ബേസ് നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, അത് കളയാൻ തോന്നില്ല. പിന്നെ അവരുടെയൊക്കെ ഒരു ഓർമ്മയ്ക്ക് നമുക്കെപ്പോഴും മെമ്മറി ആയിരിക്കണമല്ലോ നമ്മുടെ ഡെസ്കിലെ മെയിൻ. അപ്പം ഏകദേശം എല്ലാ സാധനങ്ങളും എനിക്ക് ഓരോ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുള്ള ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഇനി ഈ കണ്ട കപ്പും എൻ്റെ ദുബായിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനത് വെച്ചതാണ്. എൻ്റെ ഡെസ്കിനകത്ത് എപ്പോൾ നോക്കിയാലും നമ്മുടെ പണ്ടുള്ള കാലത്തെ മെമ്മറികൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ, ആ ഒരു സാധനം നമുക്ക് എപ്പോഴും ഓർമ്മ വരണം. അപ്പോൾ പറഞ്ഞു വന്ന ഏകദേശം നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ഒരു മണി പ്ലാന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.